മണ്ഡല ഭൂപടവും ഗർഭചിത്രമരുന്നും ശ്രദ്ധയിൽ, അമേരിക്കൻ സുപ്രീം കോടതിയുടെ നിർണായക വിധികൾ. വാർത്ത പ്രസാദ് തീയാടിക്കൽ. വാഷിംഗ്ടൺ. സുപ്രീം കോർട്ട് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിവിധ നിർണായക കേസുകളിൽ സുപ്രധാന ഉത്തരവുകളും വിധികളും പുറപ്പെടുവിച്ചു. കോൺഗ്രസ് മണ്ഡലങ്ങളുടെ ഭൂപട നിർണയം, കൂടാതെ ഗർഭചിത്രത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ലഭ്യത എന്നിവയെ ബാധിക്കുന്ന തീരുമാനങ്ങളാണ് പ്രധാനമായി ശ്രദ്ധ നേടുന്നത്. ജനപ്രതിനിധി മണ്ഡലങ്ങളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട കേസിൽ തെരഞ്ഞെടുപ്പ് ഭൂപടങ്ങളുടെ നിയമസാധുതയെക്കുറിച്ചുള്ള തർക്കങ്ങൾ വീണ്ടും ദേശീയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. ചില സംസ്ഥാനങ്ങളിൽ വോട്ടർമാർ അംഗീകരിച്ച മണ്ഡല ഭൂപടങ്ങൾ ചോദ്യം ചെയ്ത ഹർജികളിലാണ് കോടതി ഇടപെട്ടത്. അതേസമയം, ഗർഭചിത്രത്തിനായി ഉപയോഗിക്കുന്ന പ്രധാന മരുന്നുകളിലൊന്നായ മിഫെപ്രിസ്റ്റോൺ ലഭ്യതയെ സംബന്ധിച്ച കേസിലും കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ വിഷയത്തിൽ സ്ത്രീകളുടെ ആരോഗ്യാവകാശം, സംസ്ഥാന അധികാരം, ഫെഡറൽ നിയന്ത്രണം എന്നിവയെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ശക്തമായി തുടരുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ആരോഗ്യനയങ്ങളിലും ഈ വിധികൾ ദീർഘകാല സ്വാധീനം ചെലുത്തുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. സുപ്രീം കോർട്ട് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിവിധ നിർണായക കേസുകളിൽ സുപ്രധാന ഉത്തരവുകളും വിധികളും പുറപ്പെടുവിച്ചു. കോൺഗ്രസ് മണ്ഡലങ്ങളുടെ ഭൂപട നിർണയം, കൂടാതെ ഗർഭചിത്രത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ലഭ്യത എന്നിവയെ ബാധിക്കുന്ന തീരുമാനങ്ങളാണ് പ്രധാനമായി ശ്രദ്ധ നേടുന്നത്. ജനപ്രതിനിധി മണ്ഡലങ്ങളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട കേസിൽ തെരഞ്ഞെടുപ്പ് ഭൂപടങ്ങളുടെ നിയമസാധുതയെക്കുറിച്ചുള്ള തർക്കങ്ങൾ വീണ്ടും ദേശീയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. ചില സംസ്ഥാനങ്ങളിൽ വോട്ടർമാർ അംഗീകരിച്ച മണ്ഡല ഭൂപടങ്ങൾ ചോദ്യം ചെയ്ത ഹർജികളിലാണ് കോടതി ഇടപെട്ടത്. അതേസമയം, ഗർഭചിത്രത്തിനായി ഉപയോഗിക്കുന്ന പ്രധാന മരുന്നുകളിലൊന്നായ മിഫെപ്രിസ്റ്റോൺ ലഭ്യതയെ സംബന്ധിച്ച കേസിലും കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ വിഷയത്തിൽ സ്ത്രീകളുടെ ആരോഗ്യാവകാശം, സംസ്ഥാന അധികാരം, ഫെഡറൽ നിയന്ത്രണം എന്നിവയെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ശക്തമായി തുടരുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ആരോഗ്യനയങ്ങളിലും ഈ വിധികൾ ദീർഘകാല സ്വാധീനം ചെലുത്തുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ.